ക്ലോറിനേഷൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ലാർജ് സ്കെയിൽ പ്യൂരിഫിക്കേഷൻ്റെ ഡിസൻഫെക്ഷനിൽ വരുന്ന ആണ് ക്ലോറിനേഷൻ എന്ന് പറഞ്ഞ പോർഷൻ. അപ്പോൾ ക്ലോറിനേഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ക്ലോറിനേഷൻ പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണെന്നാണ് ഈ ക്ലാസ്സിനകത്ത് വിശദീകരിക്കുന്നത്. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഇങ്ങനെ പറയുന്നുണ്ട്. ക്ലോറിനേഷൻ ഓഫ് വാട്ടർ ഈസ് ദി പ്രോസസ് ഓഫ് ആഡിങ് ക്ലോറിൻ ടു ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ വെള്ളത്തിലേക്ക് ക്ലോറിൻ ചേർക്കുന്ന പ്രക്രിയയാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസിൻഫെക്റ്റ് ആൻഡ് മേക്ക് ഇറ്റ് സേഫ് ആൻഡ് കൺസപ്ഷൻ ബൈ കില്ലിംഗ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം ആൻഡ് പാത്തോജൻസ്. അത് ആ വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഡിസിൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോറിനേഷൻ ചെയ്യുന്നത്. നമുക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസിനും അതിൻ്റെ പാത്തോജൻസിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോറിനേഷൻ പ്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡിങ് ക്ലോറിൻ ടു ഡ്രിങ്കിങ് വാട്ടർ. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊരു പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ്. ക്ലോറിനേഷൻ ഇസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അഡ്വാൻസ് ഇൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ലളിതവും സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയാണ് ക്ലോറിനേഷൻ. ഓക്കെ, അപ്പോൾ ഇനി ക്ലോറിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ മുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ക്ലോറിൻ എന്നാണ് കണ്ടുപിടിച്ചത്? ക്ലോറിൻ വാസ് ഡിസ്കവേർഡ് 1744 ക്ലോറിൻ ആദ്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ജയിച്ച പരീക്ഷയുടെ അല്ല, വേറൊരു പരീക്ഷയിൽ കണ്ടതാണ്. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പരീക്ഷയിൽ കണ്ടതാണ് ക്ലോറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലോറിൻ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? 1744 ക്ലോറിൻ ഫസ്റ്റ്ലി ഡിസ്കവേർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചേർത്തു തന്നേ ഉള്ളൂ. വീണ്ടും ക്ലോറിനേഷനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ആഡിങ് ക്ലോറിൻ ടു ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിലേക്ക് ക്ലോറിൻ കലർത്തുന്നതിന് സുരക്ഷിതമായി സേഫായിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ചേർക്കുന്ന പ്രക്രിയയാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ക്ലോറിനേഷനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ക്ലോറിനേഷനകത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് പഠിച്ചു പോവാം. ക്ലോറിൻ kills pathogenic bacteria but has no effect on pores and certain virus. പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയകളെല്ലാം നശിപ്പിക്കുമെങ്കിലും ഈ ചില സ്പോറുകൾ, അതുപോലെ തന്നെ ചില വൈറസുകൾ, ഇപ്പം പോളിയോ വൈറസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് വൈറസ്, ഇത്തരം വൈറസുകളൊന്നും ക്ലോറിനേഷൻ വഴി നശിപ്പിക്കാൻ പറ്റില്ല. ഇനി എന്താ പ്രത്യേകത? ക്ലോറിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഓക്സിഡൈസ് അയൺ, മാംഗനീസ് ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ്. ഇതിനെല്ലാം ഓക്സിഡൈസ് ചെയ്യും. പിന്നെന്താ ചെയ്യുന്നത്? കൺട്രോൾസ് ആൽഗെ, സ്ലൈം, ഓർഗാനിക് ആസ് വെൽ ആസ് ദി ബാഡ് ടേസ്റ്റ് ആൻഡ് ഓർഡർ പ്രൊഡ്യൂസിങ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. നമുക്ക് വെള്ളത്തിനകത്ത് വളരുന്ന, ഇപ്പോൾ ബയോളജിക്കലായിട്ട് വളരുന്ന ആൽഗകളും അല്ലെങ്കിൽ ഇപ്പം സ്ലിമ്മി ഗ്രോത്തുകളൊക്കെ ഉണ്ടാകുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇത്തരം ഈ ഓർഗാനിസത്തിനെയും അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറും മണവും ടേസ്റ്റും അതെല്ലാം മാറ്റുന്ന ഓർഗാനിസംസിനെല്ലാം ക്ലോറിനേഷൻ വഴി നശിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്ലോറിൻ്റെ ആക്ഷൻ, ക്ലോറിനേഷൻ ഉപയോഗിക്കുന്ന ക്ലോറിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് നോക്കാം. രണ്ട് തരത്തിലാണ് വെള്ളത്തിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ. ഈ ക്ലോറിൻ രണ്ട് തരത്തിലാണ്, അതിൻ്റെ ഫോർമേഷൻ രണ്ട് ടൈപ്പാണ് വരുന്നത്, രണ്ട് തരത്തിലാണ് വരുന്നത്. ഫോർമേഷൻ വെൻ ആഡഡ് ടു വാട്ടർ, ക്ലോറിൻ വെൻ ആഡഡ് ടു വാട്ടർ. അത് മാറുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറും. നമ്മൾ വെള്ളത്തിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ഈ ക്ലോറിൻ ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡുമായിട്ട് മാറും. ഇനി ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആക്ഷൻ ചെയ്യുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡാണ്. വളരെ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ക്ലോറിനിൽ ഡിസിൻഫെക്ഷൻ ആരാണ് ചെയ്യുന്നത്? അതിൻ്റെ ഫോർമേഷനിൽ വരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ട്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡാണ് ഡിസിൻഫെക്ഷൻ പ്രക്രിയ ചെയ്യുന്നത്. ക്ലോറിനിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിൻ അതിൻ്റെ ഫോർമേഷൻ വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഭാവങ്ങൾ മാറുമ്പോൾ അത് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡായിട്ട് മാറും. അതിലുള്ള ഹൈപ്പോക്ലോറസ് ആസിഡാണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലോറിനേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലോറിനേഷൻ എന്തൊക്കെയാണ് പറയുന്നത്? വാട്ടർ ടു ബി ക്ലോറിനേറ്റഡ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ഫ്രീ ഫ്രം ടർബിഡിറ്റി. കലക്ക വെള്ളത്തിൽ നമ്മൾ ഒരിക്കലും ക്ലോറിനേഷൻ ചെയ്യില്ല.
അതാണ് പറയുന്നത്. കലക്കവെള്ളത്തിൽ ക്ലോറിനേഷൻ ചെയ്തിട്ടും കാര്യമില്ല. വാട്ടർ ടു ബി ക്ലോറിനേറ്റഡ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം ആൻഡ് ഫ്രീ ഫ്രം ടർബിഡിറ്റി. കലങ്ങിയ വെള്ളം ക്ലോറിനേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നല്ല ക്ലിയർ ഉള്ള വെള്ളം, ഈ കലക്കമില്ലാത്ത വെള്ളമാണ് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുകയുള്ളൂ. ഓക്കെ, അതാണ് എൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. സെക്കൻഡ് പറയുന്നത് ക്ലോറിൻ ഡിമാൻഡ് ഓഫ് ദി വാട്ടർ ഷുഡ് ബി എസ്റ്റിമേറ്റഡ്. ക്ലോറിൻ ഡിമാൻഡ് ഓഫ് ദി വാട്ടർ, എന്താണ് ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്? ക്ലോറിൻ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മൾ എടുക്കുന്ന ക്ലോറിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡഡ് ടു ദി വാട്ടർ ആൻഡ് ദി എമൗണ്ട് ഓഫ് റെസിഡ്യൂൽ ക്ലോറിൻ റിമൈനിങ് അറ്റ് ദി എൻഡ് ഓഫ് സ്പെസിഫിക് കോണ്ടാക്ട് പീരീഡ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് pH. നമ്മൾ ചേർക്കുന്ന ഡിഫറൻസ് ആണ് പറയുന്നത്, അതിൻ്റെ വ്യത്യാസമാണ് പറയുന്നത്. എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡഡ് ടു ദി വാട്ടർ, നമ്മൾ വെള്ളത്തിലേക്ക് ചേർക്കുന്ന ക്ലോറിനും അത് കഴിഞ്ഞാൽ റെസിഡ്യൂൽ ക്ലോറിൻ ഉണ്ടായിരിക്കണം, അതിൻ്റെ ഡിഫറൻസ് ആണ് ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ക്ലോറിൻ ഡിമാൻഡ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഡിസിൻഫെക്ഷൻ ചെയ്യാൻ എത്രത്തോളം ക്ലോറിൻ ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ സെക്കൻഡ് പോയിൻ്റാണ് അത്. ആ വെള്ളത്തിൻ്റെ നമ്മളിപ്പോൾ കോണ്ടാക്ട് പീരീഡ് അത് വരുന്നുണ്ട്. ആ സ്പെസിഫിക് കോണ്ടാക്ട് പീരീഡ് എന്ന് പറയുന്നത് 1 hour ആണ്. അതിന് അടുത്ത് നെക്സ്റ്റ് പോയിന്റിലായിട്ട് വരുന്നുണ്ട്. ആ ഒരു സ്പെസിഫിക് കോണ്ടാക്ട് പീരീഡിനകത്ത് എത്രയാണോ റെസിഡ്യൂൽ ക്ലോറിൻ ഉണ്ടാവുന്നതും അതേപോലെ തന്നെ എത്ര എമൗണ്ടാണ് ക്ലോറിൻ നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നതും അതിൻ്റെ വ്യത്യാസമാണ് ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്ലോറിൻ ഡിമാൻഡ്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡഡ് ടു ദി വാട്ടർ ആൻഡ് ദി എമൗണ്ട് ഓഫ് റെസിഡ്യൂൽ ക്ലോറിൻ റിമൈനിങ് അറ്റ് ദി എൻഡ് ഓഫ് സ്പെസിഫിക് പീരീഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് pH ഓഫ് ദി വാട്ടർ. അതിന് നമ്മളൊരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്, ഒരു എക്യുപ്മെൻറ്റ്, ഹൊറോക്സ് അപ്പാരറ്റസ് ആണ്. നമ്മൾ ക്ലോറിൻ ഡിമാൻഡ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഹൊറോക്സ് അപ്പാരറ്റസ്. കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക, ക്ലോറിൻ ഡിമാൻഡ് അളക്കുന്നതിനുള്ള ഉപകരണത്തിൻ്റെ പേരാണ് ഹൊറോക്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത് ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് പഠിക്കാനുണ്ട്. എന്താണ്? നമ്മളിപ്പോൾ ക്ലോറിൻ ഡിമാൻഡ് എന്താണെന്ന് നോക്കിയാൽ അല്ലേ, ആ ഡിഫറൻസ് ഇത് പോയിന്റ് അറ്റ് വിച്ച് ദി ക്ലോറിൻ ഡിമാൻഡ് ഓഫ് ദി വാട്ടർ മെറ്റ്, അതാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ക്ലോറിൻ ഡിമാൻഡ് എന്താണെന്ന് കണ്ടു, അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ചേർക്കുന്ന ക്ലോറിനും അതേപോലെ തന്നെ റെസിഡ്യൂൽ ക്ലോറിൻ്റെയും ഡിഫറൻസ് ആണ് എന്ത് പഠിച്ചു നമ്മൾ? ക്ലോറിൻ ഡിമാൻഡ് എന്ന് പഠിച്ചു. ഈ ക്ലോറിൻ ഡിമാൻഡിലേക്ക് എത്തുന്ന ആ പോയിന്റിനെ പറയുന്നതാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നത് കോണ്ടാക്ട് പീരീഡ്. The presence of free residual chlorine for a contact period at least 1 hour is essential to kill bacteria and virus. 1 മണിക്കൂർ സമയം വേണം. ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് 1 മണിക്കൂർ കോണ്ടാക്ട് പീരീഡ് വേണം അതിലുള്ള ബാക്ടീരിയയും വൈറസിനും എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു എസെൻഷ്യൽ കോണ്ടാക്ട് പീരീഡ്, ഒരു കൃത്യമായിട്ടുള്ളൊരു കോണ്ടാക്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്, 60 മിനിറ്റാണ് കോണ്ടാക്ട് പീരീഡ് എന്ന് പറയുന്നത്. ദി പ്രസൻസ് ഓഫ് ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ ഫോർ എ കോണ്ടാക്ട് പീരീഡ് അറ്റ്ലീസ്റ്റ് 1 hour ഈസ് എസെൻഷ്യൽ ടു കിൽ ബാക്ടീരിയ ആൻഡ് വൈറസ്. ബാക്ടീരിയയും വൈറസിനെ നശിപ്പിക്കപ്പെടാൻ ഈ റെസിഡ്യൂൽ ക്ലോറിൻ 1 മണിക്കൂർ കോണ്ടാക്ട് പീരീഡിൽ നിന്നാൽ മാത്രമാണ് ഈ ബാക്ടീരിയയും വൈറസിനെയും നശിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോഴാണ് നമുക്കത്, അതിനുശേഷമാണ് നമുക്കത് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി എന്താ പറയുന്നത്? ദി മിനിമം റെക്കമെൻഡഡ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ ക്ലോറിൻ അല്ലേ, ഫ്രീ ക്ലോറിൻ വരുന്നത് 0.5 mg/L. 1 മണിക്കൂറിന് 1 ലിറ്ററിലേക്ക് 0.5 mg ക്ലോറിനാണ് ഫ്രീ റെസിഡ്യൂൽ ക്ലോറിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ദി സം ഓഫ് ദി ക്ലോറിൻ ഡിമാൻഡ് ഓഫ് ദി സ്പെസിഫിക് വാട്ടർ പ്ലസ് ദി ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ ഓഫ് 0.5 mg/L കോൺസ്റ്റിറ്റ്യൂട്ട് ദി കറക്റ്റ് ഡോസ് ഓഫ് ദി ക്ലോറിൻ ടു ബി അപ്ലൈഡ്. ഇപ്പം നമ്മൾ ക്ലോറിൻ ഡിമാൻഡ് നോക്കി എത്രത്തോളം ക്ലോറിനാണ് വേണ്ടത്, ആ ഡിമാൻഡ് നോക്കിയിട്ടാണ് നമുക്ക് ക്ലോറിൻ അപ്ലൈ ചെയ്യുള്ളൂ. ആ കറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ക്ലോറിൻ ഡിമാൻഡ് നോക്കും. റെസിഡ്യൂൽ ക്ലോറിൻ, ആ ക്ലോറിൻ്റെ ഡിമാൻഡ് എത്രയെന്ന് കൃത്യമായിട്ടില്ല, നമ്മൾ ആ ബ്രേക്ക് പോയിന്റിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വാട്ടർ സോഴ്സിൽ അടങ്ങിയിരിക്കുക ആ വെള്ളത്തിൽ ഇപ്പം 0.5 mg/L എന്നുള്ള ആ അനുപാതത്തിൽ നമുക്ക് ആ റെസിഡ്യൂൽ ക്ലോറിൻ, ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലോറിനേഷൻ്റെ ബേസിക് ആയിട്ട് പ്രിൻസിപ്പിൾസ് ആണ് ഇത്രയും പറഞ്ഞത്. ഇനി ഈ ക്ലോറിനേഷൻ്റെ പല മെത്തേഡുകളുണ്ട്. എന്തൊക്കെ മെത്തേഡുകളാണ് ക്ലോറിനേഷൻ്റെ മെത്തേഡുകൾ? അതിൽ ക്ലോറിൻ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ തരത്തിലുള്ള അതാണ് ഉപയോഗിക്കുന്നത് ക്ലോറിൻ്റെ? ഫസ്റ്റ് നമുക്ക് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
ക്ലോറിൻ ഗ്യാസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ക്ലോറിൻ ഗ്യാസ് അത് അതിൻ്റെ ഉപയോഗം തന്നെ അത് വളരെ പറയുന്നതില്ലേ ചീപ്പ് ആൻഡ് ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. വളരെ പെട്ടെന്നുള്ള ആക്ഷനാണ് ക്ലോറിൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്. എഫിഷ്യൻ്റ് ആൻഡ് ഈസി ടു അപ്ലൈ, അത് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ സന്ദർശിച്ചവർക്ക്, ഇത് പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ സന്ദർശിച്ചാൽ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഒരു ഈ ക്ലോറിൻ ഗ്യാസ് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ കാണാം. നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ക്ലോറിൻ ഗ്യാസ് അപ്ലൈ ചെയ്യുന്നതൊക്കെ വളരെ ഈസി ആയിട്ടാണ് ഒരു സിലിണ്ടറിന് ഒരു കൃത്യമായിട്ട് ഒരു പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാട്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ ഗ്യാസ് ചീപ്പാണ്, വളരെ പെട്ടെന്നുള്ള ആക്ഷനാണ്, അത് ഉപയോഗിക്കാൻ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ള ഇതാണ് ക്ലോറിൻ ഗ്യാസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ക്ലോറിനേഷൻ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്യുപ്മെൻറ്റ്സ് ഉണ്ട് പഠിച്ചത് അല്ലേ? അതിനൊരു എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ക്ലോറിൻ ഗ്യാസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോറിനേഷൻ എക്യുപ്മെൻറ്റ്, ക്ലോറിൻ ഗ്യാസ് അപ്ലൈ ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് പേരാണ് പീറ്റേഴ്സൺ ക്ലോറോനോം എന്ന് പറയും. ക്ലോറോനോം എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് വഴിയാണ് ക്ലോറിൻ ഗ്യാസ് ഫോർ മെഷറിങ്, റെഗുലേറ്റിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഗ്യാസസ് ക്ലോറിൻ ടു വാട്ടർ സപ്ലൈ. നമുക്ക് ആ വാട്ടർ സപ്ലൈക്ക് എത്രത്തോളമാണ് ക്ലോറിൻ വേണ്ടത്, അതിൻ്റെ കൃത്യത നിലനിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലോറോനോം ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ എക്യുപ്മെൻ്റിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ക്ലോറോനോം. ഇനി അപ്പം ക്ലോറിൻ ഗ്യാസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ ക്ലോറിൻ്റെ തന്നെ മറ്റൊരു തരത്തിലുള്ളതാണ് ക്ലോറാമിൻസ് എന്ന് പറയുന്നത്. ക്ലോറാമിൻസ് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതൊരു ലൂസ് കോമ്പൗണ്ടൻ്റ് ആണ്. അത് അതിനകത്ത് ക്ലോറിനും അതുപോലെ തന്നെ അമോണിയയും അടങ്ങിയിരിക്കും. ലൂസ് കോമ്പൗണ്ടൻ്റ് ഓഫ് ക്ലോറിൻ ആൻഡ് അമോണിയ. അത് വളരെ സ്ലോ ആയിട്ട് ഒരു ആക്ഷനാണ് ക്ലോറാമിൻസ് ഈ ഡിസിൻഫെക്ഷനിൽ ഉണ്ടാവുള്ളൂ. വളരെ സ്ലോ ആയിട്ടുള്ള ആക്ഷനാണ്. ഇനി അടുത്ത ഒരു ക്ലോറിൻ്റെ തന്നെ ആണ് പെർക്ലോറോൺ എന്ന് പറയുന്നത്. ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയും. HTH എന്നാണ് ചില ഭാഗങ്ങളൊക്കെ കാണുന്നത്. HTH, ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റ്. അതൊരു കാൽസ്യം കോമ്പൗണ്ടാണ്. ഡിസിൻഫെക്ഷൻ ഉപയോഗിക്കുന്ന കാൽസ്യം കോമ്പൗണ്ടാണ്. നമ്മൾ ക്ലോറാമിൻ പഠിച്ചു, എന്തൊക്കെയാണ് അതിനകത്തുള്ള ക്ലോറിനും അതുപോലെ തന്നെ അമോണിയാണ് ഉള്ളത്. അതൊരു ലൂസ് കോമ്പൗണ്ടായിട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ പെർക്ലോറോണിലേക്ക് വരുമ്പോൾ HTH, ഹൈ ടെസ്റ്റ് ഹൈപ്പോക്ലോറൈറ്റിലേക്ക് വരുമ്പോൾ അത് കാൽസ്യം കോമ്പൗണ്ടാണ്. 60 to 70% ആണ് അതിനകത്തേക്ക് ക്ലോറിൻ്റെ അളവ് നമുക്ക് ലഭ്യമാകുന്നത്. പെർക്ലോറോൺ HTHനകത്ത് വരുന്നത് 60 to 70% ഓഫ് അവൈലബിൾ ക്ലോറിൻ അതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പം ക്ലോറിൻ ഗ്യാസ് അതേപോലെ തന്നെ ക്ലോറാമിൻസ്, പെർക്ലോറോൺ, ഇതെന്താണെന്ന് നോക്കി. ഇനി നമുക്ക് ബ്രേക്ക് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് ബ്രേക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ? ക്ലോറിനേഷനിലെ ബ്രേക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി പോയിൻ്റ് അറ്റ് വിച്ച് ദി റെസിഡ്യൂവൽ ക്ലോറിൻ അപ്പിയേഴ്സ് ആഫ്റ്റർ എൻ്റയർ കോമ്പിനേഷൻ ഓഫ് ക്ലോറിൻ ഹാസ് ബി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. ബ്രേക്ക് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ക്ലോറിൻ കംപ്ലീറ്റ് എന്താ പറയുക, ക്ലോറിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാത്തോജനിക് ഏജൻസിനെ എല്ലാം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആ റെസിഡ്യൂവൽ ക്ലോറിനെയാണ്, ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. പോയിന്റ് അറ്റ് വെച്ചത് റെസിഡ്യൂവൽ ക്ലോറിൻ അപ്പിയർ ആഫ്റ്റർ അല്ലേ, നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന റെസിഡ്യൂവൽ ക്ലോറിനെയാണ്, ആ പോയിന്റിനെ പറയുന്നതാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ദി ബ്രേക്ക് പോയിന്റ് വെൻ ദി ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ ഈസ് മെറ്റ്. എന്താ പറയുന്നത്? ബ്രേക്ക് പോയിന്റ് വെൻ ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ ഈസ് മെറ്റ്. ക്ലോറിൻ ഡിമാൻഡിലേക്ക് എത്തുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റിൽ വായിച്ചതാണ്. അടുത്ത് വരുന്നത് ഇഫ് ദി ക്ലോറിൻ ഈസ് ആഡഡ് ഫർദർ ഇറ്റ് വിൽ ഓൺലി ഇൻക്രീസ് ദി ഫ്രീ ക്ലോറിൻ അല്ലേ. ഇഫ് ക്ലോറിൻ ഈസ് ആഡഡ് ഫർദർ ഇറ്റ് വിൽ ഓൺലി ഇൻക്രീസ് ദി ഫ്രീ ക്ലോറിൻ. ക്ലോറിൻ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം ഒരു ഡിസിൻഫെക്ഷൻ, ഒരു ഏരിയ ഡിസിൻഫെക്ഷൻ ചെയ്യണം, ഒരു വാട്ടർ സോഴ്സ് ഡിസിൻഫെക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ആവശ്യമുള്ള ക്ലോറിൻ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഫ്രീ ക്ലോറിൻ കിട്ടുകയുള്ളൂ അല്ലേ. ദി ക്ലോറിൻ ഈസ് ആഡഡ് ഫർദർ ഇറ്റ് വിൽ ഓൺലി ഇൻക്രീസ് ദി ഫ്രീ ക്ലോറിൻ. അത് നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ക്ലോറിൻ, അതിനാണ് നമ്മൾ ക്ലോറിൻ ഡിമാൻഡ് കണ്ടാൽ മാത്രമാണ് നമുക്ക് എത്രത്തോളം ഫ്രീ ക്ലോറിൻ നമുക്ക് അവൈലബിൾ ആവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനാണ് ക്ലോറിൻ ഡിമാൻഡ് ആദ്യം നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഇനി അടുത്ത് വരുന്നത് സൂപ്പർ ക്ലോറിനേഷനാണ്. എന്താണ് സൂപ്പർ ക്ലോറിനേഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നുമില്ല, പേര് പോലെ തന്നെ വളരെ കൂടുതൽ അളവിൽ ആഡിങ് ലാർജ് ഡോസ് ഓഫ് ക്ലോറിൻ ആൻഡ് റിമൂവൽ എക്സസ് ഓഫ് ഇറ്റ് ആഫ്റ്റർ ഡിസിൻഫെക്ഷൻ. നമുക്ക് ഇപ്പം ഈ കോളറ ഔട്ട് ബ്രേക്ക് ഒക്കെ വരുമ്പോൾ സൂപ്പർ ക്ലോറിനേഷനാണ് ചെയ്യുന്നത്. 1-2 ദിവസങ്ങളിൽ ഇങ്ങനെ എക്സസ് എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്യും. അത്
ഡയറക്റ്റ്ലി അങ്ങ് ആ വെള്ളത്തിലേക്ക് ചേർക്കല്ല ചെയ്യുക. ഒരു തുണിയിലൊക്കെ കെട്ടിയിട്ട് നമ്മൾ ആ ഒരു പീരിയഡ് ടൈമിനകത്തോട്ടും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് പറയുന്നത് നോക്ക്, ആഡിങ് ഓഫ് ലാർജ് ഡോസ് ഓഫ് ക്ലോറിൻ ആൻഡ് റിമൂവൽ എക്സസ് ഓഫ് ഇറ്റ് ആഫ്റ്റർ ഡിസിൻഫെക്ഷൻ. ആ ഡിസിൻഫെക്ഷൻ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഇന്ന് പുറത്തേക്ക് എടുത്ത് കളയും. അതിനാണ് നമ്മളൊരു തുണിയിലൊക്കെ കെട്ടിയിട്ട് ഈ ക്ലോറിനേഷൻ, സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നത്. അപ്ലിക്കബിൾ ഹെവിലി പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറയുന്നത് വളരെ പൊല്യൂഷനായിട്ടുള്ള വെള്ളത്തിലാണ് ഇതേപോലെ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുള്ളൂ. അപ്പം സൂപ്പർ ക്ലോറിനേഷൻ പറഞ്ഞതാണ് ലാർജ് ഡോസ് ഓഫ് ക്ലോറിൻ നമ്മൾ വെള്ളത്തിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം ആ ഒരു കോൺടാക്ട് പീരീഡ് ഡിസിൻഫെക്ഷൻ കഴിഞ്ഞാൽ അതിനെടുത്ത് റിമൂവ് ചെയ്യുകയും ചെയ്യും. അതിന് പറയുന്ന പേരാണ് സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടെസ്റ്റാണ് പറയുന്നത് ഓർത്തോ ടോളുഡിൻ ടെസ്റ്റ്, OTA ടെസ്റ്റ് എന്ന് പറയും. എന്താണ് ഈ ഓർത്തോ ടോളുഡിൻ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? ബോത്ത് ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ കാൻ ബി ഡിറ്റർമൈൻഡ്. ഫ്രീ ക്ലോറിനും അതുപോലെ കമ്പൈൻഡ് ക്ലോറിനും ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, ഓർത്തോ ടോളുഡിൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് ഓർത്തോ ടോളുഡിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡിസോൾവ്ഡ് ഇൻ 10% ഓഫ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അതിൻ്റെ റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർത്തോ ടോളുഡിൻ ടെസ്റ്റിൽ റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുക, ഉത്തരം അടയാളപ്പെടുത്താൻ പറ്റുക. ഡിസോൾവ്ഡ് ഇൻ 10% ഹൈഡ്രോക്ലോറിക് ആസിഡ്. 10% ഹൈഡ്രോക്ലോറിക് ആസിഡാണ് റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്, ഓർത്തോ ടോളുഡിൻ റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓർത്തോ ടോളുഡിനിൽ അതിൻ്റെ റിയേജൻറ്റിൽ അടങ്ങിയിരിക്കുന്നത് 10% ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഓക്കെ, വാട്ടർ കണ്ടെയ്നിങ് ക്ലോറിൻ പ്ലസ് റിയേജൻറ്റ്. അപ്പം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന വെള്ളവും അതേപോലെ തന്നെ ഈ റിയേജൻറ്റും ക്ലോറിനും നമ്മൾ അത് ചേർക്കുമ്പോൾ വാട്ടർ കണ്ടെയ്നിങ് ക്ലോറിൻ പ്ലസ് റിയേജൻറ്റ്, ക്ലോറിനേഷൻ ചെയ്തിരിക്കുന്ന വെള്ളവും ഈ റിയേജൻറ്റും കൂടെ ചേർക്കുമ്പോൾ യെല്ലോ കളറായിരിക്കണം നമുക്ക് കിട്ടുക. ഓർത്തോ ടോളുഡിൻ ടെസ്റ്റിൻ്റെ അതാണ് ഈ നമുക്ക് ഈ ക്ലോറിനേഷൻ ചെയ്ത വെള്ളവും ഈ റിയേജൻറ്റും കൂടി ചേർക്കുമ്പോൾ മഞ്ഞ കളറാണ് ഉണ്ടാവുക. റിയാക്ഷൻ വിത്ത് ക്ലോറിൻ ഈസ് ഫാസ്റ്റ്. അത് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ ഒരു അളവ് പറയുന്നുണ്ട്, 0.1 മില്ലിഗ്രാം റിയേജൻറ്റ് പ്ലസ് 1 milliliter വാട്ടർ, യെല്ലോ കളർ മാച്ച്ഡ് വിത്ത് കളർ ഡിസ്ക്. അത് നമുക്ക് അതിൻ്റെ കളർ ഡിസ്ക്, അതിൻ്റെ പാറ്റേൺ, കുറച്ച് കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ. അത് ഓർത്തോ ടോളുഡിൻ ടെസ്റ്റിൻ്റെ ഇനി നമുക്ക് അതിൻ്റെ ഒരു അപ്പൻഡിക്സ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോൾ കളർ ഡിസ്കും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് പറഞ്ഞു തരാം. അപ്പം ഓർത്തോ ടോളുഡിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ബോത്ത് ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓർത്തോ ടോളുഡിൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ റിയേജൻ്റെ പേര് തന്നെയാണ് ഓർത്തോ ടോളുഡിൻ. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് 10% ഓഫ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഡിസോൾവ്ഡ് ഇൻ 10% സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതാണ് ഈ ക്ലോറിനേഷൻ ചെയ്തിരിക്കുന്ന വെള്ളത്തിലേക്ക് റിയേജൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മഞ്ഞ കളറാണ് കിട്ടേണ്ടത്. മഞ്ഞ കളറാവും വെള്ളം കിട്ടുന്നത്. വളരെ ഫാസ്റ്റായിട്ടുള്ള ആക്ഷനാണ്. അപ്പം ഇത്രയാണ് ഓർത്തോ ടോളുഡിൻ ടെസ്റ്റിൽ നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി അടുത്തൊരു വരുന്നത് അതിനകത്ത് ഒരു റീഡിങ് കൂടിയുണ്ട്. വിത്തിൻ 10 സെക്കൻഡ് ഫ്രീ ക്ലോറിൻ ആഫ്റ്റർ 15 to 20 മിനിറ്റ് ബോത്ത് ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീഡിങ് നമ്മൾ നോക്കുകയാണ്. ഇപ്പം ഈ നമ്മൾ ക്ലോറിനേഷൻ ചെയ്തിരുന്ന വെള്ളത്തിനകത്തേക്ക് റിയേജൻറ്റ് മിക്സ് ചെയ്തു. വിത്തിൻ 10 സെക്കൻഡ് 10 സെക്കൻഡിനകത്ത് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് അത് വർക്കിംഗ് ആവുക. 10 സെക്കൻഡിനകത്ത് ഫ്രീ ക്ലോറിൻ നമുക്ക് എൻ്റെ കളർ ഡിസ്കിനകത്ത് വരും. ആഫ്റ്റർ 15 to 20 മിനിറ്റ് 10 മുതൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ക്ലോറിനും അതുപോലെ തന്നെ കമ്പൈൻഡ് ക്ലോറിനും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ റീഡിങ് വരുന്നത്. അപ്പോൾ ഓർത്തോ ടോളുഡിൻ ടെസ്റ്റാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം 10 സെക്കൻഡിനകത്ത് ഫ്രീ ക്ലോറിൻ അറിയാൻ പറ്റും. 10 മുതൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത് വരുന്നത് ഓർത്തോ ടോളുഡിൻ ആർസനിക് ടെസ്റ്റാണ്, OTA ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് OTA ടെസ്റ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അത് ഈ ഓർത്തോ ടോളുഡിൻ ടെസ്റ്റിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നതാണ്. മോഡിഫിക്കേഷൻ ഓഫ് OT ടെസ്റ്റ്, ഓർത്തോ ടോളുഡിൻ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ സെപ്പറേറ്റ്ലി. സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കമ്പൈൻഡ് ക്ലോറിൻ്റെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഓർത്തോ ടോളുഡിൻ ആർസനിക് ടെസ്റ്റ് ചെയ്യുന്നത്, OTA ടെസ്റ്റ് ചെയ്യുന്നത്.
മനസ്സിലായോ? OT ടെസ്റ്റ് ചെയ്യുന്നത്, ഓർത്തോടോളുഡിൻ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ അറിയാൻ പറ്റും. ഇത് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഓർത്തോടോളുഡിൻ ആർസനിക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. എറർ കോസ്ഡ് ബൈ അയൺ നൈട്രേറ്റ് മാംഗനീസ് ബൈ പ്രൊഡ്യൂസിങ് യെല്ലോ കളർ ക്യാൻ ബി ഓവർകം. അതിൽ എറർ വരുന്നത് എങ്ങനെയാണ്? മറ്റേ ടെസ്റ്റിനകത്ത് ഇപ്പം നമുക്ക് അറിയാമല്ലോ യെല്ലോ കളർ വരുന്നത്. പക്ഷേ എറർ കോസ്ഡ് ബൈ അയൺ നൈട്രേറ്റ് മാംഗനീസ് ബൈ പ്രൊഡ്യൂസിങ് യെല്ലോ കളർ ക്യാൻ ബി ഓവർകം. ഇതിനകത്ത് ഈ അയണിൻ്റെ നൈട്രേറ്റിൻ്റെ ഒക്കെ കണ്ടൻറ്റുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? യെല്ലോ കളർ ക്യാൻ ബി ഓവർകം എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് OT ടെസ്റ്റ് ചെയ്യുന്നത് ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ മൊത്തത്തിൽ അറിയുന്നതിനും, ഓർത്തോടോളുഡിൻ ആർസനിക് ടെസ്റ്റ് OT ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഫ്രീ ക്ലോറിനും അതുപോലെ തന്നെ കമ്പൈൻഡ് ക്ലോറിനും സെപ്പറേറ്റ് അറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ക്ലോറിനേഷൻ്റെ ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി അതിനകത്ത് കൂടെ തന്നെ പഠിച്ചു പോകാം. ഓസോണേഷൻ എന്ന് പറയും. എന്താണ് ഓസോണേഷൻ ടെക്നിക്കുകൾ? ആ പ്രൊസീജിയർ എന്താണ്? അതൊരു പവർഫുള്ളായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റാണ്. റിമൂവ് അൺഡിസർബേർഡ് കളർ, ഓർഡർ, ടേസ്റ്റ്, ഓർഗാനിക് മാറ്റർ ക്യാൻ ഡിസ്ട്രോയിഡ്. അപ്പം ഈ ഓസോണേഷൻ ചെയ്യുന്നതിന് വഴി നമുക്ക് നമുക്ക് ഒരു ഇപ്പം ചില കളറുകൾ, അതുപോലെ തന്നെ സ്മെല്ല്, ടേസ്റ്റ്, ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസോണേഷൻ ഉപയോഗിക്കും. അതിൻ്റെ അളവ് ഡോസേജ് വരുന്നത് 0.2 to 1.5 mg/L ആണ്. അതിന് ഒരു റെസിഡ്യൂവൽ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ ഓഫ് ക്ലോറിനേഷൻ. മിനിമൽ ഡോസായിട്ട് ക്ലോറിനേഷൻ്റെ കൂടെ തന്നെ ഒരു മിനിമൽ ഡോസായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഹൈ കോസ്റ്റാണ് ഇതിന് വരുന്നത്. ഔട്ട്സൈഡ് ജനറേഷൻ ഡ്യൂ ടു ഇൻസ്റ്റബിലിറ്റി, ഓൺസൈറ്റ് ജനറേഷൻ ഡ്യൂ ടു ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓസോണേഷൻ ഉപയോഗിക്കുന്നത് തന്നെ ക്ലോറിനേഷൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാം. എന്തിനാണ് അത്? ഈ കളറും അതുപോലെ തന്നെ കളറ്, സ്മെല്ല്, ടേസ്റ്റ്, ആ ഓർഗാനിക് മാറ്റർ, ഇതിനൊക്കെ പെട്ടെന്ന് തന്നെ ഇത് അൺഡിസൈറബിളായിട്ട് നമുക്ക് ചില സ്മെല്ലുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ക്ലോറിനേഷൻ്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന ക്ലോറിനേഷൻ്റെ ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഫീൽഡിൽ ചെയ്യേണ്ട വെൽ ക്ലോറിനേഷൻ, അത് നമുക്ക് നമുക്കിനി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഇതൊക്കെ ഉൾപ്പെടുന്നത് നമുക്ക് ലാർജ് സ്കെയിൽ പ്യൂരിഫിക്കേഷനിൽ ടെക്നിക്കുകളിലും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിസിൻഫെക്ഷനിലാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷൻ പഠിക്കാനുണ്ട്, ബോയിലിംഗ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട. അതിനകത്താണ് നമുക്ക് വെൽ ക്ലോറിനേഷൻ നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്താണ് പഠിക്കാനുള്ളത്. അപ്പം ഈ ക്ലോറിനേഷൻ ഡിസിൻഫെക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ക്ലോറിനേഷൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. സംശയങ്ങൾ വരുന്ന പോർഷൻ ആ ഭാഗത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, എൻ്റെ അടുത്ത് ചോദിക്കുക, സംശയങ്ങൾ ക്ലിയർ ആക്കുക. ഓക്കെ, താങ്ക് യു.